ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ കറിയും നൂൽപുട്ടുമാണ്. രണ്ടും കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എനിക്കിഷ്ടമാണ് ഈ കോമ്പിനേഷൻ. ഒരുപാട് യൂട്യൂബിൽ ഇപ്പോൾ നൂൽപുട്ടും കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. എന്നാലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാനും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും എന്തായാലും നിങ്ങൾ തരണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം നൂൽപുട്ടിനുള്ള അരിയും വെള്ളവും ഉപ്പും കൂട്ടി കുഴച്ച് വെക്കാം. ചൂടുവെള്ളം കേട്ടോ കുഴക്കേണ്ടത്, പക്ഷേ നല്ലോണം തിളക്കരുത് വെള്ളം. ചെറിയ കുമിളകൾ വരുമ്പോൾ ആ വെള്ളം കൂട്ടി കുഴച്ചാലാണ് സോഫ്റ്റ് കൂടുക. പിന്നെ കൈകൊണ്ട് കുഴയ്ക്കുമ്പോൾ കുറച്ച് നെയ്യും കൂടെ കൂട്ടിയിട്ട് കുഴച്ച് കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടി പിടിക്കില്ല. പിന്നെ ഒന്നും കൂടെ സോഫ്റ്റ് കൂടും ചെയ്യും. ഇനി നമുക്ക് കുറച്ച് നേരം ഇത് അടച്ച് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കറി റെഡിയാക്കാം. അപ്പോൾ ചെറുപയർ നല്ലപോലെ കഴുകി അതിലേക്ക് പച്ചമുളകും ഒരു ചെറിയ സവാളയും ഒരു മീഡിയം വലുപ്പത്തിലുള്ള കിഴങ്ങും ചെറുപയർ മുങ്ങി നിൽക്കുന്ന അത്ര വെള്ളം ഒഴിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുന്ന വരെ വേവിക്കാം. അപ്പോഴേക്കും നമുക്ക് കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം. പ്രത്യേകിച്ച് ഒന്നുമില്ല, തേങ്ങയിൽ പാകത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇപ്പം നൂൽപുട്ടിനുള്ള മാവൊക്കെ സെറ്റായിട്ട് ഇനി നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കാം. എളുപ്പത്തിന് വേണ്ടി ഞങ്ങൾ ഇഡ്ഡലി തട്ടിലാട്ടോ ഉണ്ടാക്കാറ്. ചിലപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറ്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെയാവുമല്ലോ ഇഷ്ടം കൂടുതൽ, കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ. ഇനി നൂൽപുട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കറിയിലേക്ക് അരപ്പൊക്കെ ചേർക്കാം. അപ്പോൾ ചെറുപയറൊക്കെ നല്ല വെന്തിട്ടൊന്ന് നല്ലപോലെ കുത്തി ഉടച്ച് കൊടുക്കാം. അരപ്പ് ചേർത്താൽ പിന്നെ തിളയ്ക്കൊന്നും വേണ്ട. പിന്നെ നമുക്ക് വാങ്ങി വെച്ച് വറവിടാം. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയും ചെറുള്ളിയും കപ്പൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുത്ത് കറിയിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മളെ കറിയും റെഡിയായി, നൂൽപുട്ടും റെഡിയായി. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.